ഹാർവർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ച് ഫെഡറൽ കോടതി. വിദേശ വിദ്യാർത്ഥികളെ യുഎസിൽ എത്തുന്നതിൽ നിന്ന് വിലക്കിയ ട്രംപിന്റെ ഉത്തരവ് ഫെഡറൽ കോടതി സ്റ്റേ ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രംപ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പിന്നാലെ സർവകലാശാല കോടതിയെ സമീപിക്കുകയായിരുന്നു. യുഎസിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളും ട്രംപ് ഭരണകൂടം നിശിതമായി വിമർശിക്കുകയും അതിനെതിരെ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്ന് ഹാർവർഡ് വ്യക്തമാക്കിയതോടെ സർവകലാശാലയും സർക്കാരും തമ്മിലുള്ള പോര് മുറുകിയിരുന്നു. ഹാർവർഡിനുള്ള $230 കോടി ധനസഹായം ട്രംപ് സർക്കാർ മരവിപ്പിച്ചു. ഫെഡറൽ ഫണ്ടിൽ നിന്നും $100 കോടി വെട്ടിച്ചുരുക്കി. ഇതോടെ സ്വകാര്യ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന് ഇടപെടാൻ അവകാശമില്ലെന്ന് കാണിച്ച ഹാർവർഡ് യൂണിവേഴ്സിറ്റി കോടതി കയറി. പിന്നാലെയാണ് പ്രതിവർഷം 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി ശരാശരി 6800 വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദേശികളെ എൻറോൾ ചെയ്യുന്നത് സർക്കാർ തടഞ്ഞത്. വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതിൽ നിന്ന് സർവകലാശാലയെ വിലക്കിയ ട്രംപിന്റെ ഉത്തരവിന് ഏർപ്പെടുത്തിയ സ്റ്റേ കോടതി നീട്ടിയിട്ടുമുണ്ട്. മസാച്യൂസെറ്റ്സ് കോടതി ജഡ്ജി അലിസൺ ബറോസാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 4-1 കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ട്രംപ് ഉത്തരവിറക്കിയിരുന്നത്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവുകൾ പാലിക്കാത്തതിന് തിരിച്ചടിയായി ഹാർവർഡ് ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ ധനസഹായം നിർത്തലാക്കാനും പദ്ധതിയുണ്ട്. ഹാർവർഡിലെ വിദ്യാർത്ഥികളിൽ 4-1 വിദേശികളാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.